തിരുസഭാ ചരിത്രത്തിലെ ശക്തനായ ടെലിവിഷൻ വചന പ്രഘോഷകൻ ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകരിച്ചതോടുകൂടി അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുവാനുള്ള നടപടികൾ വേഗത്തിലായി. വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കു വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘമാണ് അത്ഭുതത്തിന് പാപ്പയുടെ അംഗീകാരം ലഭിച്ചതിനെ സംബന്ധിച്ച ഡിക്രി ഇന്ന് പ്രസിദ്ധീകരിച്ചത്. അമേരിക്കയിലെ പിയോറിയയിലുള്ള ബോണി യങ്സ്ട്രോം, ട്രാവിസ് യങ്സ്ട്രോം ദമ്പതികളുടെ കുട്ടിയെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തതിനു ശേഷം ജീവന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും കുട്ടി കാണിച്ചിരുന്നില്ല. ദമ്പതികൾ ഫുൾട്ടൻ ജഷീന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും അവരുടെ പ്രാർത്ഥനകൾ ഫലം കാണുകയും ചെയ്തു. നാമകരണ നടപടികൾക്കു വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘം സംഭവത്തെപ്പറ്റി പഠിക്കാൻ നിയമിച്ച 7 ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം ഏകകണ്ഠമായി അത്ഭുതം നടന്നുവെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഫ്രാൻസിസ് പാപ്പയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന അത്ഭുതം സ്ഥിരീകരിച്ചത്. 1895 ഇല്ലിനോയിസിൽ ജനിച്ച ഷീൻ 24-ാം വയസ്സിലാണ് പെരോരിയ രൂപതയിൽ വൈദികനാവുന്നത്. 1951 സഹായമെത്രാനായി അഭിഷിക്തനായ അദ്ദേഹം 1966 ന്യൂയോർക്കിലെ റോച്ചസ്റ്റർ രൂപതയുടെ ബിഷപ്പായി നിയമിതനായി. കാത്തലിക് അവർ എന്ന റേഡിയോ പ്രോഗ്രാമിന്റെ അവതാരകനും ലൈഫ് ഈസ് വർത്ത് ലിവിംഗ് എന്ന ടെലിവിഷൻ പരിപാടിയുടെ അവതാരകനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. മികച്ച ടെലിവിഷൻ അവതാരകനായ അദ്ദേഹം ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യ വചനപ്രഘോഷകരിൽ ഒരാളാണ്. ഷീനിന്റെ മധ്യസ്ഥതയിൽ നടന്ന രോഗസൗഖ്യം മെഡിക്കൽ സയൻസിന് ഉത്തരമില്ലാത്ത ഒന്നായി വിലയിരുത്തിയിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.